വീണ്ടും കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക്. വയനാട് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി.എം. സുധാകരൻ അല്പസമയത്തിനകം ബി.ജെ.പിയിൽ അംഗത്വം സ്വീകരിക്കും. കൽപ്പറ്റയിലെ എൻ.ഡി.എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാകും ബി.ജെ.പിയിൽ ചേരുക. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, വോട്ടെടുപ്പിന് 5 നാൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും ഒരു കളമാറ്റം. എന്താണ് ഈ പി.എം. സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അദ്ദേഹത്തിന്റെ വിശദീകരണം എങ്ങനെയാണ്? അലക്സ് റാം മുഹമ്മദ്. ശ്രീജിത്ത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ഓപ്പറേഷൻ ലോട്ടസ് അത് ബി.ജെ.പി കൂടുതൽ ശക്തമാക്കിയത്. തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയാണ് ബി.ജെ.പി. അത് തിരുവനന്തപുരത്ത്, തൃശ്ശൂർ ഇതൊക്കെ ആവർത്തിച്ച് തുടരുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലായി വയനാട്, അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന വയനാട് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി പി.എം. സുധാകരനും ഒപ്പം കോൺഗ്രസ് നേതാക്കളും അല്പസമയത്തിനകത്ത് ബി.ജെ.പിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവരുടെ ബി.ജെ.പി പ്രവേശനം അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ അവർ എൻ.ഡി.എയുടെ ഈ ഓഫീസിലെത്തും. കൽപ്പറ്റയിലെ എൻ.ഡി.എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി ബി.ജെ.പി അംഗത്വം സ്വീകരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പി.എം. സുധാകരൻ ഭൂതാടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം മറ്റു ചില നേതാക്കൾ, പ്രധാനപ്പെട്ട ജില്ലയിലെ മറ്റു ചില നേതാക്കൾ കൂടി ബി.ജെ.പിയിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അവരും പറയുന്നത്, നേരത്തെയൊക്കെ പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തിയ നേതാക്കൾ പറയുന്നത് പോലെ പാർട്ടിയിലെ അവഗണന എന്നുള്ളത് തന്നെയാണ് അവർ നൽകുന്ന വിശദീകരണം. എന്താണെങ്കിൽ അല്പസമയത്തിനകത്ത് അവർ മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.